എല്ലാവർക്കും നമസ്കാരം. സോ ഒരു പ്രോ ട്രേഡർ എങ്ങനെ ട്രേഡിംഗ് സ്റ്റൈൽ അവർ കീപ്പ് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു ബേസിക് നോളജാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. സ്കാൽപ്പിങ്ങിനാണെങ്കിലും ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിനാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഒരു പ്രോ ട്രേഡർ സ്റ്റൈലിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടെക്നിക്കൽ ചാർട്ടിങ്ങിൽ നമുക്ക് വേണ്ടുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് ബേസിസിൽ നമുക്ക് എങ്ങനെ സ്റ്റോക്ക് അനാലിസിസ് നടത്താം, ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ അനാലിസിസ് എങ്ങനെ നടത്താം, അതിൻ്റെ ബേസിസിൽ എങ്ങനെ നമുക്ക് സ്കാൽപ്പിങ്ങിലേക്കൊക്കെ നമുക്ക് ഓരോ ഇൻട്രാഡേയിൽ നമുക്ക് സ്കാൽപ്പിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാം, അതേ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് പൊസിഷണൽ ട്രേഡിലേക്കോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിലേക്കൊക്കെ എങ്ങനെ നമുക്ക് അതിൻ്റെ പ്രൈസ് മൊമെൻറ്റം ഉണ്ടോ ഇല്ലയോ, അതിലേക്ക് നമുക്ക് എൻ്റർ ആകാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ടെക്നിക്കൽ ബേസിസിലുള്ള ചാർട്ട് അനാലിസിസ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടേതായിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ ഫോർമേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ദന്നിലൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് സിമ്പിൾ മൂവിങ് ആവറേജസ് തന്നെയാണ് ഈ സംഭവം, പക്ഷേ അതിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. ബിഫോർ ദാറ്റ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. നിങ്ങളിവിടെ നോക്കൂ, നിഫ്റ്റി 50 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. 5 minutes ഇൻ്റർവൽ ചാർട്ടാണ്. ഇതിൽ നിങ്ങൾ സിമ്പിളായിട്ട് താഴെ വോളിയം ബൈ ഡിഫോൾട്ടായിട്ടുള്ളതാണ്, നമുക്ക് ആവശ്യം തന്നെയാണ്. ദെൻ അഗെയിൻ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു സ്റ്റെപ്പ് മാതിരിയുള്ള ഒരു ലൈൻ, നിങ്ങൾക്ക് ബ്ലാക്ക് ലൈൻ കാണാൻ കഴിയും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അത് താഴ്പോട്ടേക്കാണ്. ദെൻ അഗെയിൻ ഒരു ബ്ലൂ ലൈൻ, ദെൻ അഗെയിൻ റെഡ് ലൈൻ. എന്താണിത്? രണ്ട് EMAs കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു 3 ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. EMA ഞാനിപ്പോൾ ഇത് വൺസ് അഗെയിൻ ഞാൻ ആദ്യം മുതൽ തന്നെ നിങ്ങൾക്കിത് എടുത്തു തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നോക്കൂ, ആദ്യത്തെ EMA നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നമുക്ക് വേണ്ടത് EMA ക്രോസ്. നമ്പർ 1 EMA ക്രോസ്. ഇൻഡിക്കേറ്ററിൽ പോവുക, EMA ക്രോസ് ഏതാണെന്ന് നോക്കുക. EMA ക്രോസ് എന്നിട്ട് EMA ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് EMA ക്രോസ് വരും, സെലക്ട് ചെയ്യുക. ദെൻ അഗെയിൻ നമുക്ക് അടുത്ത് വേണ്ടുന്നത് EMA ക്രോസിൽ നമുക്കിനി ഇതിനെ ചെറിയ രീതിയിൽ നമുക്ക് ആദ്യം കണ്ട മാതിരി ആക്കണമെങ്കിൽ എന്താ നോക്കൂ, 2 ലൈൻ ഇവിടെ വന്നു. വാട്ട് ഈസ് EMA ക്രോസ്? അതിനെ EMA ക്രോസിന് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ EMA ക്രോസ് വന്നു, സെറ്റിങ്സിൽ പോയിട്ട് കളർ ഇപ്പോൾ ഷോർട്ട് അത് ഇൻപുട്ട്സിലേക്ക് പോവുക. ഇൻപുട്ടിൽ 9 കിടക്കുന്നത് ബൈ ഡിഫോൾട്ട് 9 കിടന്നോട്ടെ. 26 എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 26 ആക്കാം, അല്ലെങ്കിൽ 21 ആക്കാം. ഓക്കെ, സോ ലോങ് വന്നിട്ട് 21, ഷോർട്ട് വന്നിട്ട് 9 EMA. ദെൻ സ്റ്റൈലിലേക്ക് പോവുക. അപ്പോൾ ഷോർട്ടിന് നമ്മൾ എന്ത് കൊടുത്തു? റെഡ് കൊടുക്കുക, തിക്നെസ് കൂട്ടി കൊടുക്കുക, കഴിഞ്ഞു. അടുത്തത് ലോങ്ങിന് നമ്മൾ ബ്ലൂ കൊടുത്തു, തിക്നെസ് എന്ത് ചെയ്തു? നമ്മൾ കൂട്ടി, ജോലി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ കൊടുത്തപ്പോഴേക്കും നേരത്തെ അതേ വ്യൂവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇനി അടുത്തൊരു EMA നമുക്ക് വേണ്ടത് എന്താണ്? അടുത്ത ഇൻഡിക്കേറ്ററാണ് ഡബിൾ EMA. എന്താണ് ഡബിൾ EMA? ഇവിടെ നമുക്ക് DOUB അടിക്കുമ്പോൾ തന്നെ ഡബിൾ EMA വരും. ഡബിൾ EMA സെലക്ട് ചെയ്യുക. ഡബിൾ EMA സെലക്ട് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ സെറ്റിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിലേക്ക് പോവുക, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഡബിൾ EMAയുടെ നമുക്ക് ഇൻപുട്ട് നോക്കൂ, ഇവിടെ 9 കിടക്കുന്നു. ഈ 9ന് പകരം നമ്മൾ ഓൾറെഡി 9 യൂസ് ചെയ്യും. 9ന് പകരം ഇവിടെ എത്രയാക്കുക? 100 ആക്കുക. ലെങ്ത് എത്രയാ? 100. സ്റ്റൈൽ പോവുക. സ്റ്റൈൽ പോയിട്ട് ഗ്രീൻ കളറിന് പകരം ബ്ലാക്ക് കളർ കൊടുക്കുക. ബ്ലാക്ക് കൊടുത്തിട്ട് തിക്നെസ് അതേമാതിരി ഇവിടെ നമുക്ക് തിക്നെസ് എന്ത് ചെയ്യുക? തിക്നെസ് ഒരു സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ലൈനിന് പകരം അതിനെ എന്താക്കി കാണിക്കുക? നമ്മൾ സ്റ്റെപ്പായിട്ട് കാണിക്കുക. ഇവിടെ നമുക്ക് ലൈൻ കാണുന്നുണ്ട്. ഒരു മിനിറ്റ്, സ്ട്രക്കായിരിക്കുന്നു. വൺസ് അഗെയിൻ നമുക്ക് നോക്കാം. ലൈനിന് പകരം ഇവിടെ സ്റ്റെപ്പ് ലൈൻസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. സ്റ്റെപ്പ് ലൈൻസ് കൊടുക്കുക. സ്റ്റെപ്പ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത, ഈ ഡബിൾ EMAയുടെ പ്രത്യേകത എന്താണ്? ഡബിൾ EMA ഇപ്പോൾ നമ്മൾ 100 ആണ് ലെങ്ത് കൊടുത്തത്, അത് സ്റ്റെപ്സിൽ കൊടുത്തിരിക്കുന്നു. അതിനർത്ഥം നമുക്ക് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഡിഫറൻഷിയേഷൻ ഉണ്ടാകും. അതേമാതിരി സൈഡ് വേസ് മാർക്കറ്റ് കണ്ടെത്താൻ നമുക്ക് കഴിയും. ട്രെൻഡിങ് മാർക്കറ്റ് നമുക്ക് കണ്ടെത്താനും കഴിയും സ്റ്റെപ്സ് കൊടുത്തു കഴിഞ്ഞാൽ. ഇതിപ്പോൾ താഴ്പോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഓൾസോ
ഇൻക്രീസ് ആകുന്നത് നിങ്ങൾ കണ്ടോളൂ, ശ്രദ്ധിച്ച് നോക്കൂ, സ്റ്റെപ്പ് ഇൻക്രീസ് ആകുന്നു. അതിനർത്ഥം എന്താണ്? നല്ല രീതിയിൽ ഡൗൺഫോളിലേക്ക് ഉള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അതേമാതിരി ബാക്കി എല്ലാ ഈ ക്രോസ് EMA ക്രോസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ 21 EMA 9 EMA ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിവിടെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ക്രോസ് സിമ്പിൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു ബ്ലൂ കളർ സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. പെർഫെക്റ്റ്ലി ഒരു സ്റ്റെപ്പ് ക്രോസ് ചെയ്തു. ഇനി എങ്ങനെ നമുക്ക് ട്രേഡിലേക്ക് ഇത് പോകാം എന്നുള്ളതാണ് നമ്മളെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 3 EMAസും അതായത് 3 ലൈൻസും ഇപ്പോൾ ഒരേപോലെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് താഴ്പോട്ടേക്കാണോ എന്നുള്ളത് ആദ്യത്തെ കണ്ടീഷൻ. അത് സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. 1 2 3 ഇത് 3ഉം സാറ്റിസ്ഫൈഡ് ആണ്. ഫോർ സ്കാൽപ്പിങ്ങിൻ്റെ കാര്യമാണ്. ഈവൻ നോട്ട് ഇത് തന്നെയാണ് എല്ലാറ്റിനും. നിങ്ങൾ സ്വിങ്ങിലേക്ക് പോയാലും നമുക്ക് ടൈം ഫ്രെയിം മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്കാൽപ്പിങ്ങിന് നമുക്കിപ്പോൾ ഇതിപ്പോൾ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 മിനിറ്റ്സ് ആണെങ്കിൽ 3 മിനിറ്റ്സ് ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. 3 മിനിറ്റ്സിലും അതേമാതിരി നമുക്ക് നോക്കാം. 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് യൂസ് ചെയ്തിട്ട് സ്കാൽപ്പിങ്ങിന് നിങ്ങൾക്ക് ഈ ഇൻഡിക്കേറ്റർ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇവിടെ നിന്നൊരു ക്രോസ് ഓവർ വന്നിട്ട് പ്രൈസ് ഷടേന്ന് താഴെ പോയി. അപ്പോൾ താഴെ പോയി കഴിയുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ഒന്ന് ഇത് അടുത്ത ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. റീട്രേസ്മെൻറ്റ് ബെറ്റർ എപ്പോഴായിരിക്കും? ഏറ്റവും അധികം താഴെ പോയത് ഏത് പോയിൻ്റാണോ ഈ ഒരു പോയിന്റിന് തിരിച്ച് വീണ്ടും പ്രൈസ് ക്രോസ് ചെയ്യുന്നുണ്ടോ നോക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്നുകിൽ ഇതിന് താഴെ, ഇപ്പോൾ ഇവിടെ താഴെ വന്നിട്ട് പിന്നെ പ്രൈസ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ലോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് എൻട്രി എടുക്കാം. സ്കാൽപ്പിങ്ങിനൊക്കെ നോക്കൂ, ചെറിയ പോയിന്റ്സ് മാത്രം സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഇവിടെ മുതൽ ഇതുവരെ എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആയി, എത്ര പോയിന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി? ഓൾമോസ്റ്റ് ഒരു 37 പോയിന്റ്സ് നിഫ്റ്റിയിൽ കളക്ട് ചെയ്യാൻ പറ്റും സ്കാൽപ്പിങ്ങിന്. അത് 3 മിനിറ്റിൻ്റെ 6 മിനിറ്റ് ട്രേഡ് തന്നെയാണ് സ്കാൽപ്പിംഗ് സംബന്ധിച്ചിടത്തോളം. സ്കാൽപ്പിംഗ് ദേ ആർ ഗെറ്റിംഗ് 37 പ്ലസ് വരുന്നുണ്ട്. അറൗണ്ട് 37 പോയിന്റ്സ് ദേ ക്യാൻ ഈസിലി ക്യാച്ച് ഇറ്റ് അപ്പ്. അതേമാതിരി അത് കഴിഞ്ഞിട്ട് ഇതിനെ തന്നെ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നോക്കൂ, ഇവിടെ നിന്ന് വീണ്ടും റീട്രേസ് ചെയ്തു, വീണ്ടും ഇത് മുകളിലേക്ക് പോയി തിരിച്ച് വീണ്ടും ഈ ഒരു ലോയിന് തിരിച്ച് അടുത്ത ട്രേഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ്? ഇപ്പോൾ പ്രൈസ് ഡൗൺ സൈഡ് ആണെന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ കൊടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും ട്രേഡിലേക്ക് പോകാൻ പാടില്ല. ബിക്കോസ് മൊത്തത്തിൽ ട്രെൻഡ് ഇപ്പോൾ ഡൗൺ സൈഡ് ആണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം അതിൻ്റെ സ്ട്രെങ്ത്തും ഇവിടെ കയറുന്നത് വീക്ക്നെസ്സായി താഴ്പോട്ടേക്ക് വരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ട്രേഡിലേക്ക് പോകരുത്. വീണ്ടും ഇവിടെ ക്രോസ് ഓവർ നടന്നു, പക്ഷേ ആ ക്രോസ് ഓവർ 3ഉം തീർച്ചയായിട്ടും എല്ലാറ്റിനും താഴ്പോട്ടേക്ക് വരണം. അപ്പോൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഈ ഒരു ഏരിയയിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഇതേമാതിരി നമ്മൾ നേരത്തെ വരച്ച മാതിരി ഇതേമാതിരി നമ്മൾ പ്രൈസ് ഇവിടെ ഈ ഒരു ലെവൽ ഇതാണ് പ്രീവിയസ്ലി ലോ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു ലോ വന്നു, പ്രീവിയസ്ലി ലോ ഇവിടെ വന്നു. ഇത് തമ്മിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഒരു ട്രേഡ് എൻട്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സർ. എന്തുകൊണ്ട്? ഇവിടെ ലോ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ ഈ ഒരു ക്യാൻഡിൽ. അതല്ല നോക്കേണ്ടത്. അതിനോടൊപ്പം നമ്മൾ നോക്കേണ്ടുന്നത് ഈ WMAനെ ക്രോസ് ചെയ്ത് 9 EMA വന്നു കഴിഞ്ഞു. ഓക്കെ ഫൈൻ. ഇനി അടുത്ത 20 EMA അല്ലെങ്കിൽ 21 EMA അതേമാതിരി WMA ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു ക്രോസ് ഓവർ മുകളിൽ നടന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് 3 ലൈൻസും ഇതേമാതിരി ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെയും അതേമാതിരി ഫസ്റ്റ് ഒരു ലോ വന്നു, ദെൻ എഗെയിൻ ഒരു പുൾ ബാക്ക് കൊടുത്തു. ഇതിൻ്റെ ലോയ്ക്ക് താഴെ വരിക. ഇപ്പോൾ ഈ ഒരു ഇവിടെയാണ് ട്രേഡിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിന് താഴെ ട്രേഡ് എടുക്കാം. എന്തുകൊണ്ടാണ്? എല്ലാം 1 2 3 കൃത്യമായിട്ട് ഓർഡർലി അത് സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇതേമാതിരി ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുവരെ വന്നു, അതിനുശേഷം വീണ്ടും റീട്രേസ് ചെയ്ത് വീണ്ടും ഇതുവരെ വന്നു ആ ട്രേഡ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അതിന് ആക്ച്വലി ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇതായിരിക്കും നമ്മുടെ എക്സിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരുണ്ട്. അതല്ല, നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് റേഞ്ച് 1. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യുക? ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം? ഈ ഒരു ഏരിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. സി ലൈക്ക് ദിസ്. ഞാനിവിടെ ഇവിടെ നോക്കൂ, നിങ്ങൾ നോക്കിയാൽ അറിയാം. ഷോർട്ട് പൊസിഷനിൽ നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിപ്പോൾ 1:1 നമുക്ക് ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വരിക. അതേമാതിരി ടാർഗറ്റും അപ്പോൾ ഏതാണ്ട് 1:1 or 1:2 റേഞ്ചിൽ നമുക്കിവിടെ ടാർഗറ്റ് റേഞ്ചും നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ 1:1.5 റേഞ്ചിലേക്കൊക്കെ നമുക്ക് സ്കാൽപ്പിങ്ങിന് നമുക്ക് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. ഇനി അതേമാതിരി തന്നെ ഉറപ്പായിട്ടും ഇതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എ പ്രൈമറി റൂൾ ഫോർ എ
സ്കാൽപ്പർ അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇവിടെ നമുക്ക് എങ്ങനെ ഇവിടെ താഴെ വന്നു ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഇതേമാതിരി ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ടുവേർഡ്സ് ഡൗൺ സൈഡ് പോകാൻ നേരം നമുക്ക് അതിൻ്റെ തന്നെയാണ് റിഫ്ലക്ഷൻ. നോക്കൂ, താഴെ ഇത് ക്രോസ് ചെയ്തു, പക്ഷേ അടുത്തതായി ഇപ്പോൾ ലൈവിലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ നോക്കൂ, ഇവിടെ ക്രോസ് ചെയ്തെങ്കിലും ഇമ്മീഡിയറ്റ്ലി ഇത് തിരിച്ചൊരു റീട്രേസ്മെൻറ്റിലേക്ക് പോകുന്നു. ഇനി ഇതിന് തിരിച്ച് വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക് വരുന്നൊരു സിനാരിയോ വരികയാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പ്രൈസ് വീണ്ടും ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ ഇവർ 3 പേരും നമ്മൾ ഈ നേരത്തെ കണ്ട ഈ ഒരു സിനാരിയോ പോലെ ഇവിടെ എത്താനുള്ള എല്ലാ സാഹചര്യവും കാണും. അതേമാതിരി എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രൈസ് താഴ്പോട്ടേക്ക് തന്നെ വരും. ഈ ഇൻഡിക്കേറ്റേഴ്സും കൃത്യമായിട്ട് 3 ഓർഡർലി, ആദ്യം ബ്ലാക്ക്, പിന്നെ ബ്ലൂ, പിന്നെ റെഡ്. ഇത് ബ്ലൂ ബ്ലാക്ക് റെഡ് എന്നുള്ള രീതിയിലല്ല നിങ്ങൾ കാണേണ്ടത്. പകരം എന്താണ്, 100 EMA അല്ലെങ്കിൽ WMAയുടെ താഴെ ആയിരിക്കണം 20 EMA, അതിന് താഴെ ആയിരിക്കണം 9 EMA. ഇതേമാതിരി WMA, ദെൻ അതിന് താഴെ 20 EMA ഓർ 21 EMA, അതിന് താഴെ 9 EMA. അതും നല്ല സ്ലാൻഡിങ് ആയിട്ട് നല്ല രീതിയിൽ താഴ്പോട്ടേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഇൻറ്റൻസിറ്റിയോടുകൂടി വീണ്ടും ഫർദറായിട്ട് നമുക്ക് ഡിസൈഡ് 1:1 ഓർ 1:2% നിങ്ങൾക്ക് ടാർഗറ്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതേ തന്നെ നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻട്രാ ഡേ വിട്ടിട്ട് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കൂ. ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാകും ഫോർ ആ ഡിസിഷൻ മേക്കിംഗ്. എന്ത് തരം ഡിസിഷൻ മേക്കിങ്ങിനാണ്? നമുക്ക് എക്സ്പയറിയിലൊക്കെ ബേസിസിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജീസൊക്കെ ബിൽഡ് ചെയ്യാനും ഒക്കെ എക്സ്പയറി ടു എക്സ്പയറി ബേസിസിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡെയിലി ടൈം ഫ്രെയിമിലും ഇത് യൂസ്ഫുള്ളാകും. നോക്കൂ, ഡെയിലി ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ശരിക്കും ആക്ച്വലി എന്താണ് ഇപ്പോൾ കാണിക്കുന്നത്? ഇത് ബുള്ളിഷിൻ്റെ ഒരു സിനാരിയോ നിൽക്കുകയാണ്. നോക്കൂ, WMA താഴെ വന്നിട്ട് തിരിച്ച് മെല്ലെ മുകളിലേക്ക് കയറാൻ നിൽക്കുന്നു. അതേമാതിരി 21 EMA മുകളിലേക്കാണ്, 5 EMA മുകളിലേക്കാണ്. അതിൻ്റെ ഒരു പീക്കിൽ വന്നു. ഇവിടെ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ സോണിലാണ് നിൽക്കുന്നത്. സോ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ നാച്ചുറലി ഇവിടെ ഇപ്പോൾ ബുള്ളിഷ് സിനാരിയോയിൽ തന്നെയാണ്. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ട്രേഡ് എൻട്രിയിലേക്കൊക്കെ പോകാൻ സാധിക്കുക? ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ബുള്ളിഷ് സിനാരിയോയിലാണ്. എക്സ്പയറി ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ബേസിസിൽ നമ്മൾ കണ്ടു അത് ഒരു ഡൗൺ സൈഡ് ട്രെൻഡാണ് ഇൻട്രാഡേ ബേസിസ്. പക്ഷേ ഓവറോൾ നോക്കൂ, എക്സ്പയറി ബേസിസ് അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറി ബേസിസ് അല്ലെങ്കിൽ വീക്ക്ലി എക്സ്പയറി ബേസിസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ബുള്ളിഷ് ബയാസോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണും. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇൻട്രാഡേയുടെ ക്യാൻഡിൽ ഇതാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഇതാണ്. സോ ഈ ഒരു ക്യാൻഡിലിനെ മിനിമം ഇതിന് മുകളിൽ ബ്രേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. മുകളിൽ അപ്സൈഡ് ബ്രേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി മൊമെൻറ്റം ഉണ്ട്, ഓൾറെഡി സ്ട്രെങ്ത് ഉണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്, സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റീവായിട്ട് ഇതിന് മുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പരീക്ഷണം നടത്തി നോക്കാം. ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റും സെറ്റ് ചെയ്തിട്ട് നോട്ട് ഫോർ ആൻ ഇൻട്രാഡേ ബേസിസ്, ഫോർ എ സ്വിംഗ് ബേസിസ്. സ്വിങ്ങിനാണെങ്കിൽ പോലും എന്താണ് എക്സ്പയറി ബേസിസിൽ നിങ്ങൾക്ക് ഇത്തരം ടാർഗറ്റ് റേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്ത് നോക്കൂ. നമുക്കിപ്പോൾ വേറെ സ്റ്റോക്ക് എടുത്ത് നോക്കാം. സേ ഫോർ എക്സാമ്പിൾ ഏത് സ്റ്റോക്കാണ് നമുക്ക് പറ്റിയ സ്റ്റോക്ക് നോക്കേണ്ടുന്നത്? പെട്ടെന്ന് സ്റ്റോക്കിൻ്റെ പേര് ഓർമ്മ വരത്തില്ല. അതാണ് ഇപ്പോഴൊരു പ്രശ്നം വരിക. അത്യാവശ്യം റാലി കൊടുക്കാൻ സാധിക്കുന്ന സ്റ്റോക്ക് എംക്യൂർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നോക്കാം. എംക്യൂർ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. നോക്കൂ, എംക്യൂർ പേരിനൊന്നും പ്രസക്തി ഇല്ല കേട്ടോ. ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ കണ്ടീഷൻ നോക്കൂ. നമുക്ക് ഇതിൽ തന്നെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നോക്കൂ. ഈ ഒരു നമ്മൾ WMA മുകളിലേക്ക് പോവുകയാണ്, സ്റ്റെപ്പ് കയറി പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതേമാതിരി 20 EMA ആൻഡ് 21 EMA ഓൺ ആൻഡ് അപ് ട്രെൻഡിൽ തന്നെയാണ്. ഇപ്പോൾ പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണിത്. പക്ഷേ ഈ അപ് ട്രെൻഡിൻ്റെ ഒരു ഗുണം നോക്കൂ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ അപ് ട്രെൻഡിൽ നിൽക്കുമ്പോൾ ഈവൻ പ്രൈസ് ഒന്ന് താഴ്പോട്ടേക്ക് വന്നാൽ പോലും സഡൻലി അത് എന്ത് ചെയ്യുന്നു? വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോകുന്നു. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ലോറസ് ലാബ് നോക്കൂ. ലോറസ് ലാബ്
എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇതാ എത്ര ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്തു, ഈ ഒരു ഹൈക്ക് മുകളിൽ നമ്മൾ സിമ്പിൾ ലോജിക്ക് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ക്രോസിൽ നമ്മൾ ട്രേഡിലേക്ക് പോകാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് താഴെയാണ് WMAയുടെ താഴെയാണ് ഇതെല്ലാം കിടക്കുന്നത്. സോ അതിന് വരെ അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാച്ച് ലിസ്റ്റ് വെയിറ്റിംഗ് പീരിയഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഹൈ വന്നു, ദെൻ എഗെയിൻ അത് ലോയിലേക്ക് വന്നു, തിരിച്ച് അടുത്ത ഹൈ വരുമ്പോഴേക്കും കൃത്യമായിട്ടും ഈ ഒരു ഏരിയ നോക്കൂ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അടുത്ത ദിവസത്തെ വെയിറ്റ് ചെയ്തിട്ട് അത് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അപ് ടു ഏത് വരെ പോകുന്നു നോക്കൂ. ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് സ്വിങ്ങിലേക്കൊക്കെ നോക്കൂ, ഇപ്പോഴും സ്റ്റിൽ ഓൺ ആൻ അപ് ട്രെൻഡ് തന്നെയാണ്. ഓൾമോസ്റ്റ് അറൗണ്ട് 82 ഡേയ്സ്, അത് 2 മാസത്തിൻ്റെ ആയിട്ട് അത് 36% ഇൻക്രീസാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, സ്റ്റോക്ക് 36% ഇൻക്രീസാണ് വിത്തിൻ 2 മന്ത്സിനുള്ളിൽ. സോ ഇതാണ് ഈ ഒരു സിമ്പിൾ ഇൻഡിക്കേറ്റർ. എന്താണ്? WMA ദെൻ EMA ക്രോസ്. നിങ്ങൾക്ക് നമ്മൾ ഒരുപാടൊന്നും വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ചാർട്ട് അനാലിസിസിന് വേണ്ടുന്ന പ്രൈസ് ആക്ഷൻ അനാലിസിസിന് വേണ്ടുന്ന റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റിന് ഇത് 2 EMA പ്ലസ് ഒരു നമ്മുടെ ഇത് താഴെ ഇവിടെ നോക്കൂ, ഇതെന്താണെന്നറിയോ ഈ കാണുന്നത്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് നമുക്ക് ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മുടെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കമ്പാരിറ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. കമ്പാരിറ്റീവ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഫ്റ്റീനെ കമ്പയർ ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് എത്രത്തോളം മുകളിലാണോ താഴെയാണോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റുന്ന ഒരു കമ്പാരിസൺ നടത്തുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അതും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നിഫ്റ്റി മുകളിലേക്കാണ്, നിഫ്റ്റിയേക്കാൾ മുകളിലേക്ക് തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു ഉള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെക്കാൾ മുകളിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ ഉടനെ ഒന്നും താഴ്പോട്ടേക്ക് വീഴത്തില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടാകും. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ വന്നാലും ഇപ്പോൾ ഇവിടുന്ന് ഏത് പോയിന്റിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിച്ചാലും എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് പറയുന്നത്? അത് കറക്റ്റായിട്ട് എല്ലാം സൂപ്പർ സ്ട്രെങ്തല്ലാണ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. നിഫ്റ്റിക്ക് മുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്നു. ഈ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം നിങ്ങൾ വെച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടെ വരെ വരുന്നു. പക്ഷേ ഇതിനെ ഒന്ന് ക്രോസ് ചെയ്ത് താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇവിടുന്ന് എൻട്രി ആണെങ്കിൽ ഇവിടെ എക്സിറ്റ് ആയിരിക്കണം. ദാറ്റ്സ് എ കമ്പൽസറി തിങ്. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്തുകൂടെ? എപ്പോൾ ചെയ്യണം? പ്രീവിയസ് ഹൈ. അപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ഹൈ അടുത്ത് ഇതായിട്ട് വരും. ഇതിന് മുകളിൽ അടുത്ത് വീണ്ടും പോവുകയാണെങ്കിൽ ഇതേ കണ്ടീഷൻസും അപ്സൈഡിലേക്ക് WMA ദെൻ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് അപ്സൈഡിലേക്ക് നിൽക്കുകയാണ്. ഇതിന് മൂന്നിനും കൺസിഡറബിളി നല്ല ഡിഫറൻസസ് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബുള്ളിഷ് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇറ്റ് വിൽ ഗോ ഓൺ ഹൈ. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. വെരി സിമ്പിളാണ്. നിങ്ങൾക്കിതിനെ നമ്മുടെ ധനിൽ തന്നെ നമുക്ക് റീപ്ലേ മോഡുണ്ട്. പലതരത്തിലുള്ള റീപ്ലേ മോഡ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റിപ്ലൈ മോഡ് എന്നൊരു സംഭവം ഉണ്ടാവും. റിപ്ലൈ മോഡ് വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ട്രേഡിലേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും അതിൻ്റെ ഇത് മാറുന്നതാ. ഇവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഈ കണ്ട ഈ ഒരു റേഞ്ച് ഇവിടെ വന്ന് ഇപ്പോൾ നിൽക്കുകയാണ് പ്രൈസ് എന്ന് കാണുന്നു. നമ്മുടെ EMAs എല്ലാം മാറിക്കിടക്കുക കേട്ടോ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ റിപ്ലൈ മോഡ് വന്നപ്പോൾ ഉള്ള മാറ്റമാണ്. സെയിം തന്നെയാണ്. ഈ കളർ നമുക്ക് ഗ്രീൻ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് അതിനെ ബ്ലാക്ക് ആക്കിയാൽ നിങ്ങൾക്ക് പ്രശ്നം തീരും, പെട്ടെന്ന് കാര്യം പിടികിട്ടും ക്വിക്കായിട്ട്. ഇപ്പോൾ നോക്കൂ അതേമാതിരി EMA ക്രോസിന് നമുക്ക് കളേഴ്സ് ഇത് റെഡ് കൊടുക്കാം, ഇത് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഇപ്പോൾ നോക്കൂ ഇതിന് മുകളിൽ കയറി വരുന്നു. നമുക്ക് എന്താ നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ഹൈക്ക് മുകളിൽ നമുക്ക് ട്രേഡ് ഇതിപ്പോൾ കയറി വരുന്നതേ ഉള്ളൂ. സോ ഈ ഹൈക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. അതിന് മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നു എന്നുള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് നോക്കൂ.
കണ്ടോ, സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ ഇത് തന്നെയാണ്. സ്കാൽപ്പിങ്ങിനും ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം, ടൈം ഫ്രെയിം മാറുന്നതനുസരിച്ചിട്ട്. ദാറ്റ്സ് ഇറ്റ്. ടൈം ഫ്രെയിം മാറുന്നതനുസരിച്ച് നമുക്ക് ഇതിനെ തന്നെ നമുക്ക് സ്കാൽപ്പായിട്ട് യൂസ് ചെയ്യാം, പൊസിഷനായിട്ട് യൂസ് ചെയ്യാം, സ്വിങ്ങിലായും യൂസ് ചെയ്യാം. ഒരൊറ്റ സെറ്റപ്പ് മതി നമുക്ക്. പ്രോ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് ഇൻഡിക്കേറ്റേഴ്സാണിത്. അതിനോടൊപ്പം ഇത് തന്നെ നോക്കൂ, ഇതാ എത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ കൺസോൾട്ടേഷൻ നടക്കുന്നു. ഇപ്പോൾ ഈ പ്രൈസ് ഈ ഒരു റേഞ്ചിൽ വന്നു വീണ്ടും. പക്ഷേ ഈ ക്രോസ് ഡബിൾ EMAക്ക് താഴെ വന്നാൽ മാത്രമേ നിങ്ങൾ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതും താഴെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് അടുത്ത ക്യാൻഡിലും താഴ്പോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സിറ്റ് ചെയ്താൽ മതി. അൺടിൽ ദെൻ സ്റ്റിൽ ഇറ്റ് ഈസ് ഓൺ ആൻ അപ്പ് ട്രെൻഡ്. നോക്കൂ, നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് റിസൾട്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ധനിൻ്റെ ഫ്രീ റിപ്ലൈ മോഡിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ഇതാ നോക്കൂ, ഇത് ഫൈനൽ ഡേ വന്നതുകൊണ്ട് പെർഫോമൻസ് ഇത് കാണിക്കുന്നു. സി, ഇതാണ് ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് ഇന്നത്തെ കറണ്ട്. സോ ഇത് ഒരാൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്റ്റിൽ ഹീസ് ഇൻ പ്രോഫിറ്റ്, സ്റ്റിൽ ഹീസ് നോട്ട് ഇൻ ആൻ എക്സിറ്റ് മോഡ്. അയാൾക്ക് എക്സിറ്റ് ചെയ്യേണ്ട സമയം ആയിട്ടില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, പരിശീലിക്കുക. റിപ്ലൈ മോഡ് നമ്മളിവിടെ നിങ്ങൾക്ക് റിപ്ലൈ മോഡിൻ്റെ ബട്ടൺ ഇതാണ്. ദിസ് ഈസ് ദ റിപ്ലൈ മോഡ്. റിപ്ലൈ മോഡ് ക്ലിക്ക് ചെയ്യുമ്പം തനിയായിട്ട് വേറൊരു ചാർട്ട് തന്നെ ഓപ്പൺ ആവും. അതിലെയും വീണ്ടും ഇൻഡിക്കേറ്റർ വീണ്ടും അതേ ഡബിൾ EMA ആൻഡ് EMA ക്രോസ് കൊടുത്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഴയതിൽ കൊടുത്ത മാതിരി ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും കൃത്യമായിട്ട് വർക്ക് ആയിക്കോളും. നിങ്ങളിപ്പം ഇൻഡെക്സ് ഓപ്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇക്വിറ്റീസ് ആയിക്കോട്ടെ, ഏതിനും നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ്. കമോഡിറ്റീസ് ഓൾസോ ദിസ് വിൽ വർക്ക് ഹിയർ. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഇതിനെ പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ റിസ്ക് എത്ര, റിവാർഡ് എത്ര, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. നിങ്ങൾ എത്രത്തോളം ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. പലരുടെയും കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, റിസ്കിനെ പറ്റി പറയണം, റിവാർഡ് എത്ര കിട്ടുമെന്ന് പറ്റി. അതൊക്കെ എല്ലാ പ്രാവശ്യവും സ്പൂൺ ഫീഡ് ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല ഞാൻ ഇരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ആസ് എ പ്രൊഫഷണൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഏത് ട്രേഡ് എടുത്താലും ഇത്ര റിസ്ക് വയ്ക്കണം, ഇത്ര റിവാർഡ് വെക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ നിങ്ങൾ നഴ്സറി കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. നിങ്ങളുടെ കാശ് നിങ്ങൾ അറിയുന്ന സെറ്റപ്പ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിസ് നിങ്ങൾക്ക് എത്രയാണോ, നിങ്ങളുടെ മാക്സിമം റിവാർഡ് എത്രയാണ്, നിങ്ങൾക്ക് മാക്സിമം അക്സെപ്റ്റബിൾ റിസ്ക് എത്രയാണെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതൊക്കെ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ഒരു സെറ്റപ്പിനെ പറ്റിയാണ്, ഒരു സ്ട്രാറ്റജിയെ പറ്റിയാണ്. ഇതിനകത്ത് പോയിട്ട് റിസ്ക് എത്ര, റിവാർഡ് എത്ര എന്നുള്ളതല്ല. ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സിൻ്റെ വ്യൂവിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു തരിക. അല്ല ഓരോ വീഡിയോയിലും ഇത്ര റിസ്ക്, ഇത്ര റിവാർഡ്, അതൊക്കെ ഫൂളിഷ്നെസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ ട്രേഡ് ചെയ്യാൻ വരാൻ പാടില്ല. ചുമ്മാ എല്ലാവരും അങ്ങനെ പഠിപ്പിക്കുന്നു, ഇങ്ങനെ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാനും അത് തന്നെ ഫോളോ ചെയ്യണം നിങ്ങൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. ഇത് പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ റിസ്ക് റിവാർഡ് എന്താണെന്ന് യു ഹാവ് ടു ഡിസൈഡ് ബൈ യുവർ സെൽഫ്. ഓക്കെ, സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.